63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് തിരിതെളിയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാമാമാങ്കം ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിന്റെ വരവറിയിച്ച കലാകിരീടം അനന്തപുരിയിലെത്തിയിരിക്കുന്നു. PMGയിൽ നിന്നും ഘോഷയാത്രയായി കിരീടം പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിക്കും. സ്കൂളിൽ എല്ലാം വലിയ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത്തവണ 25 വേദികളിലായി 249 ഇനങ്ങളാണ് എത്തുക. 15,000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലോത്സവം. VS രഞ്ജിത്തുണ്ട്, അതോടൊപ്പം റോഷ്നി രാജനും സുനിഷ അയ്യലൂരും. ആദ്യം VS രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത്, ഇപ്പോൾ കലാമാമാങ്കത്തിലുള്ള ഒരുക്കങ്ങൾ എവിടെ വരെയായി? ഘോഷയാത്രയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഇത്തവണ വേദികൾ എവിടെയൊക്കെയാണ് തലസ്ഥാനത്ത് ഒരുക്കുന്നത്? നഗരഭാഗങ്ങളിൽ തന്നെയാണല്ലോ അല്ലേ? സ്മൃതി, ഞാൻ ഈ ഘോഷയാത്രക്കൊപ്പമാണുള്ളത്. എനിക്ക് തൊട്ടരികിലാണ് ഈ 117 കിലോ സ്വർണം, ഇവിടെ സ്വർണ്ണ കിരീടം, കലാകിരീടം എനിക്കൊപ്പമുണ്ട്. ഇതിന് പിറകിലായി കുട്ടികളുടെ വലിയ ഘോഷയാത്ര, കലാപരിപാടികൾ അണിനിരക്കുന്നു. അമ്മമാരും രക്ഷിതാക്കളും അതുപോലെ അധ്യാപകരും ഒക്കെ അടങ്ങുന്ന വലിയൊരു സംഘം ഈ ഘോഷയാത്രയെ പിന്നിൽ അണിനിരക്കുന്നുണ്ട്. അതുപോലെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു. വലിയ ആഘോഷത്തോടു കൂടിയാണ് കലാകിരീടത്തെ അതാണ് കുട്ടികളുടെ പരിപാടികളാണ്. ഈ ചെണ്ടമേളം പോലും കുട്ടികൾ നടത്തുന്നു. അങ്ങനെ വലിയ ആഘോഷത്തോടു കൂടിയുള്ള ഒരു ഘോഷയാത്ര കലാകിരീടവുമായി നടത്തുന്നു. ഇതിപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയിലേക്ക് എത്തും. അവിടെ നമ്മുടെ റോഷ്നിയും സുനിഷയും ഒക്കെ ഉണ്ട്. അവിടെയായിരിക്കും നാളെ മുഖ്യമന്ത്രി ഈ കലാമാമാങ്കത്തിന്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് തിരിതെളിയിക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് 9 വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ നാട്ടിലേക്ക്, ഈ പത്മനാഭന്റെ മണ്ണിലേക്ക് കലാകിരീടം ഘോഷയാത്രയും എത്തുന്നത്. ഓരോ വേദികൾക്കും ഓരോ നദിയുടെ പേരുകളാണ്. അത് നോക്കൂ, കല്ലായിപ്പുഴ, നിളയുടെ പേരിനൊപ്പം MT വാസുദേവൻ നായരുടെ പേരും ചേർത്ത് വെച്ചത് കാണാം. അങ്ങനെ എല്ലാ വേദികൾക്കും പമ്പയാറെന്നും ഒക്കെ പേരിട്ടിരിക്കുന്ന, കേരളത്തിൻ്റെ നദികളാൽ സമ്പന്നമായ കേരളത്തിൻ്റെ നദികളെ അനുസ്മരിപ്പിക്കുന്ന പേരുകളാണ് കലോത്സവത്തിൻ്റെ ഓരോ വേദികൾക്കും നൽകിയിട്ടുള്ളത്. ഇന്ന് മുതൽ ഇതാ കലോത്സവത്തിൻ്റെ രാവും പകലുകളുമായിരിക്കും ഇനി അനന്തപുരിയിൽ ഉണ്ടായിരിക്കുക. ഒരു കലാപൂരം ഈ അനന്തപുരമായി മാറാൻ പോവുകയാണ് സ്മൃതി.